ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുക അല്ലേ? മഴ കാരണം എക്സാമും ഉണ്ടായിരുന്നു. ഓണപരീക്ഷ തുടങ്ങല്ലേ, ഇന്നായിരുന്നു സ്റ്റാർട്ടിങ്. അപ്പോൾ അതിനും മുടക്ക് തന്നെയാണ്. പിന്നീടുള്ള ദിവസം അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുകയാണ്. ഇന്ന് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ മക്കളെല്ലാവരും ഉണ്ട്. ചായ കുടിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ മദ്രസയിലായിരിക്കില്ലേ രാവിലെ അവർ. ഞാനും മേശിക്കുട്ടിയും ഉമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ പുട്ടും കടലയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അതിനുശേഷം കുറേ ദിവസമായിട്ടുണ്ട് തലയൊക്കെ ഒന്ന് കുളിപ്പിച്ചിട്ട്. ഉമ്മുട്ടിയുടെയും ഐശുട്ടിയുടെയും തലയിലെന്ന് വെച്ചാൽ നിറയെ പേനും ഈരാൻ ഒട്ടും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ സാധാരണ നോക്കി കൊടുക്കാറാണ് ചെയ്യുക. ഐശുട്ടി ഒട്ടും ഇരിക്കില്ല കേട്ടോ, ഉമ്മോള് പിന്നെ ഇരിക്കും. അപ്പോൾ കുറേ പേനും ഈരൊക്കെ ഉണ്ടായി. അതൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. പിന്നെ ഞാൻ ആദ്യം ഇവർക്കൊരു മെഡിസിൻ തലയിൽ യൂസ് ചെയ്തിരുന്നു, മെഡിലൈസ് എന്ന് പറഞ്ഞിട്ട്. അത് തേച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം തലയിൽ തേച്ച് വെക്കുക. അതിന് ശേഷം കഴുകിക്കളയുക. അപ്പോൾ കുറേ കഴിയുമ്പോൾ ആ പേനൊക്കെ ഇങ്ങനെ മയങ്ങിയിട്ട് തല കുളിച്ചതിന് ശേഷം മുടി ഉണങ്ങുമ്പോൾ പേൻ ഒക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ മയങ്ങി വീഴും നമ്മൾ തലയിരുമ്പൊക്കെ. പക്ഷേ പിന്നീട് കുറേ ആൾക്കാരെന്നോട് പറഞ്ഞു അത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു. അത് മുടി കൊഴിയും ഇത്രേ. അപ്പോൾ അത് കാരണം ഇപ്പോൾ അത് തേക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി നല്ലോണം ഈരി കൊടുക്കും. ഈരി കൊടുത്താലും ഇവർ സ്കൂളിൽ പോകുമ്പോൾ 2 ഭാഗത്തും മുടി കെട്ടിയിട്ട് പോകണം. അത് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ഫൈൻ ഉണ്ടാവും. അപ്പോൾ മഴച്ചാറിലൊക്കെ ഇങ്ങനെ കൊള്ളുമ്പോൾ വെള്ളം ഇതൊക്കെ നിന്നിട്ട് മുടി നല്ലോണം പുഴുകിയ പോലെ ഇങ്ങനെ ഇരുന്നിട്ടേ പേനും നീരൊക്കെ കൂടുതലുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ഇതാക്കിയിട്ടും കാര്യമില്ല. പിന്നെ ഒരു ശനി ഞായർ മാത്രമല്ലേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ ഈരിയാലും പിന്നെയും പിറ്റത്തെ ദിവസം 2 ഭാഗത്ത് കെട്ടുമ്പോൾ പിന്നെയും അങ്ങനെ തന്നെ ആവും. പിന്നെ വിയർപ്പിരുന്നാലും പേനും ഈരൊക്കെ വരും കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് തേച്ച് തലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നാലും എനിക്ക് പേടിയുണ്ടായി, ചെറിയ ചുമയൊക്കെ ഉള്ള കാരണം. ഇപ്പോൾ 2 ആഴ്ചത്തോളം ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ദിവസമാണ് തല കുളിപ്പിച്ച് കൊടുത്തത്. ഇപ്പോഴത്തെ പനി അങ്ങനെയാണ്, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരാൾക്ക് വന്നാൽ എല്ലാവർക്കും വരും. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഐശുവിൻ്റെത് തേച്ച് കൊടുത്തതിന് ശേഷം ഉമ്മോള് വിളിച്ചു. ഉമ്മോള് നല്ല ഉറക്കമാണ്, നേരത്തെ എണീറ്റ കാരണം. ഐശുട്ടി ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. ഇത്രയുള്ള വീഡിയോ. ബായ്.